ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ സനാരം വേൾഡ്. ദേ ഈ പ്ലാൻസ് ഒക്കെ കണ്ടോ? നമുക്ക് ഇന്ന് കൊറിയർ ചെയ്യാനുള്ള പ്ലാൻസ് ആണ് കേട്ടോ. ഇന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോ ഞാൻ എങ്ങനെയാണ് പ്ലാൻസ് കൊറിയർ ചെയ്യുന്നതെന്നുള്ള വീഡിയോ ആണ് കേട്ടോ. എല്ലാവർക്കും സംശയമാണ് നമ്മൾ എങ്ങനെയാണ് പ്ലാന്റുകൾ സെൻഡ് ചെയ്യണമെന്നുള്ളത്. നമ്മളിത് ഈ കാണുന്ന രീതിയിലാണ് കേട്ടോ പ്ലാന്റ് സെൻഡ് ചെയ്യുന്നത്. ഫ്ലവറോട് കൂടി ഇതേ 350 റുപ്പീസിൻ്റെ ബിഗ് പ്ലാന്റ് ആണ് ഈ കാണുന്നത്. ഇത് ഇതുപോലെ തന്നെ ചട്ടിയിൽ നിന്ന് എടുത്തിട്ട് മണ്ണൊക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. DTDC കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ ഇന്ന് ഈ പ്ലാന്റ്സ് എല്ലാം അഴക്കുന്നത്. നമ്മൾ അഴക്കുന്ന എല്ലാ പ്ലാന്റ്സ് ഇതുപോലെ ലീഫൊക്കെ ആയിട്ട് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ. കേരളത്തിനകത്താണ് നമുക്ക് ഓർഡേഴ്സ് വരുന്നതെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ DTDC സർവീസ് വഴി അവർക്ക് ലഭിക്കുന്നതാണ്. കേരളത്തിന് പുറത്തേക്കാണെങ്കിൽ ഓരോ സംസ്ഥാനങ്ങൾ അനുസരിച്ചായിരിക്കും ദിവസങ്ങളുടെ വ്യത്യാസം വരുന്നത് കേട്ടോ. ഇന്ന് നമുക്ക് കേരളത്തിനകത്തും പുറത്തുമായിട്ടുള്ള ഓർഡേഴ്സാണ് ഉള്ളത്. ഇതൊക്കെ എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നതെന്നും അഴക്കുന്നതെന്നും ഞാനിപ്പോൾ കാണിച്ചു തരാം നിങ്ങളെ. ഇത് ഈ അഡീനിയം പ്ലാന്റ് നിങ്ങൾ നോക്കിയാൽ ഇത് 1 ഇയർ ഓൾഡിന് മേലെയായ പ്ലാന്റ് ആണ്. 150യുടെ പ്ലാന്റ് ആണ് കേട്ടോ. ബഡ്സോട് കൂടിയാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. ചില പ്ലാന്റ്സിന് ഫ്ലവർ ഉണ്ടാവും. അപ്പോൾ ബഡ്സോട് കൂടി നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ 150യുടെ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ പ്ലാന്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ 150യുടെ പ്ലാന്റ് എത്രയും വലിപ്പമുള്ളതാണെന്ന്. ഇനി നമുക്കിതിൻ്റെ പാക്കിങ് നോക്കാം കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ പ്ലാന്റ് സെപ്പറേറ്റ് ചെയ്തിട്ട് ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞെടുക്കും. നല്ല കെയർഫുള്ളി പൊതിഞ്ഞാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് പൊതിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലവേഴ്സൊക്കെ അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് കിട്ടും. അതുപോലെ ഇലകൾക്കൊന്നും ഒരു കുഴപ്പവും വരില്ല കേട്ടോ. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പ്ലാന്റുകളൊക്കെ ബോക്സിലാക്കുന്നതാണ്. പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ച് നമ്മൾ ബോക്സ് സെറ്റ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. ഓരോ ചെടിയുടെയും വലിപ്പം വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ബോക്സ് കിട്ടില്ല. അപ്പോൾ നമ്മൾ മുറിച്ചെടുത്താണ് ഈ ബോക്സുകളൊക്കെ സെറ്റ് ചെയ്യുന്നത്. നല്ല ടൈറ്റായിട്ട് ചെടിയുടെ സൈസ് അനുസരിച്ചായിരിക്കണം ബോക്സ് ഇരിക്കേണ്ടത്. അല്ലെങ്കിൽ ചെടി ഇങ്ങനെ മൂവ് ചെയ്ത് ചെടിക്ക് ഡാമേജ് സംഭവിക്കാൻ ഇടയുണ്ട്. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോകുന്നത് DTDC ഹബിലേക്കാണ്. നമ്മൾ സാധാരണ ഓഫീസിലാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. പക്ഷേ ഇന്ന് ഭയങ്കരമായിട്ട് ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് നേരെ നമ്മൾ ഡയറക്റ്റായിട്ട് DTDC ഹബിലേക്കാണ് പോകുന്നത് കേട്ടോ. ഫൈനലി നമ്മൾ DTDC ഹബിൽ എത്തിയിട്ടോ. ഇനി നമുക്ക് പ്ലാൻസ് കൊറിയർ ചെയ്യാനുള്ളത് ഇവിടെ ഏൽപ്പിച്ചിട്ട് നമുക്ക് തിരിച്ചു പോകാം. ഏകദേശം ഒരു 8 വർഷത്തെ പരിചയമാണ് കേട്ടോ ഉള്ളത് DTDC ആയിട്ടുള്ളത്. കാരണം ഞാൻ 8 വർഷം മുമ്പാണ് ഞാൻ എൻ്റെ ഓർക്കിഡ് നഴ്സറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് മുതൽ നമ്മൾ കൊറിയർ ചെയ്യുന്നതാണ്. അപ്പോൾ ദേ രാജീവ് ഇവിടെ ഉണ്ട്. DTDC ഓഫീസിൽ ഇവരെയാണ് നമ്മൾ കൊറിയർ ഏൽപ്പിക്കാറ്. അപ്പം നമ്മൾ നേരിട്ട് ഹബിലേക്ക് വന്നിട്ട് അവരെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ പോകും. ഇതെല്ലാം അവർ സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ റെസിപ്റ്റ് നമുക്ക് സെൻഡ് ചെയ്ത് തരും കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം. കൂടാതെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.